ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ദേവൂസ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കെല്ലാവർക്കും പായസം എന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ട ഒരു കാര്യമാണ്, അതും പ്രത്യേകിച്ച് മലയാളികൾക്ക്. ഞാൻ ഇന്നിവിടെ ഒരു വെറൈറ്റി പായസമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നിങ്ങളെല്ലാവരും അത് കാണുക, ഉണ്ടാക്കാൻ ശ്രമിക്കുക. ഞാൻ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഗോതമ്പിൻ്റെ ഒരു സ്പെഷ്യൽ പായസമാണ്. അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഇതാണ് മുഴുവനായിട്ടുള്ള ഗോതമ്പാണ്. നമ്മൾ ഇന്ന് പായസം വെക്കണമെങ്കിൽ അത് ഇന്നലെ നൈറ്റേ വെള്ളത്തിലിടുക. ചവ്വരി, ഈന്തപ്പഴം, ഇത് ക്വാളിറ്റിയുള്ള ഈന്തപ്പഴമാണ്, ഏത് ഈന്തപ്പഴം വേണേലും യൂസ് ചെയ്യാം. ഇത് ചുക്കുപൊടി, ജീരകപ്പൊടി, ഏലക്കാപ്പൊടി, ഉണക്കമുന്തിരി, ഇത് അണ്ടിപ്പരിപ്പ്, നെയ്യ് ആവശ്യത്തിന്. ഞാനൊരു 4 സ്പൂൺ ഉപയോഗിക്കാമെന്നാണ് ഓർക്കുന്നത്. പിന്നെ മെയിനായിട്ട് വേണ്ടത് ശർക്കര. ഇത് തേങ്ങാപ്പാലാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് തേങ്ങാപ്പാലില്ല എങ്കിൽ മറ്റേ പാൽ യൂസ് ചെയ്യാം. അപ്പോൾ ഇത് 1-ാം പാൽ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്, ഇത് 2ാമത് പിഴിഞ്ഞ പാലും എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞു തരാം. നമ്മുടെ വീട്ടിൽ അമ്മമാരൊക്കെ ഉരുളിയിലാണ് പായസം വെച്ചുണ്ടാക്കി നമ്മൾ കണ്ടിട്ടുള്ളത്. പക്ഷേ ഞാനിന്ന് കുറച്ച് കണ്ടിട്ട് ഉണ്ടാക്കുന്നുള്ളൂ. പിന്നെ അത് തന്നെയല്ല, നമ്മൾ സിറ്റിയിൽ ജീവിക്കുന്നവർക്കൊക്കെ ഉരുളി എപ്പോഴും അവൈലബിൾ ആകണമെന്നില്ല. അപ്പം ഞാനിന്ന് ഒരു നോൺ സ്റ്റിക്കിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ വീട്ടമ്മമാർക്കൊക്കെ ഒരു നോൺ സ്റ്റിക്കിൽ ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഇന്നലെ കുതിർത്ത് വെച്ചിരിക്കുന്ന ഗോതമ്പ്, ഇത് കണ്ടോ, ഇത് ഇതിങ്ങനെയാണ്, ഇങ്ങനെ ഇതുപോലെ കുതിരുവേ. അപ്പോൾ അത് നമ്മൾ മിക്സിയിലൊന്ന് അടിക്കണം, ഒന്ന് കറക്കിയാൽ മതി. ഞാൻ അതിപ്പം നമുക്ക് ടൈം ഇല്ലാത്തതുകൊണ്ട് ഞാനിത് മിക്സിയിൽ ഇത് അടിച്ചു കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ അടിച്ചെടുത്ത ഗോതമ്പ് നമ്മൾ 2-ാം പാൽ ഒഴിച്ചിട്ട് കുക്കറിനകത്തിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. അതിന് വേണ്ടി ഞാനൊരു കുക്കർ എടുത്ത് വെച്ച്, അപ്പോൾ നമ്മൾ ഈ ഗോതമ്പിൻ്റെ പച്ചപ്പ് മാറാൻ വേണ്ടിയിട്ട് 1 സ്പൂൺ നെയ്യ് ഒഴിച്ച് നമ്മളതൊന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഞാനിത് 1 സ്പൂൺ നെയ്യ് അതിനകത്ത് ഒഴിക്കാൻ പോവാണേ. അപ്പം ഞാനിതിനകത്ത് 1 സ്പൂൺ നെയ്യ് ഇടുവാണേ. എന്തിനാണെന്ന് ചോദിച്ചാൽ നമ്മൾ ഗോതമ്പ് പച്ചയല്ലേ, അപ്പോൾ അത് ഒന്ന് നമുക്കതൊന്ന് വഴറ്റിയെടുക്കാൻ, ആ പച്ചപ്പൊന്ന് മാറാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് നമുക്ക് തേങ്ങാപ്പാൽ ഒഴിക്കാം കേട്ടോ. അപ്പം ഞാൻ ഈ ഇത് ഇടുവാണ്, ഗോതമ്പ് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ഗോതമ്പുണ്ടല്ലോ, അതങ്ങോട്ട് ഇടുവാണ്. ഇത് മുഴുവൻ ഇടുവാണ്. അപ്പം നമ്മൾ പെട്ടെന്ന് തന്നെ അത് ഇളക്കണം, ഇളക്കിയില്ലെങ്കിൽ അത് അടിയിൽ ചിലപ്പം പറ്റി പിടിച്ചാലോ. ഇത് നമുക്കൊരു പാനിനകത്ത് വേണമെങ്കിൽ ചെയ്യാം. ഞാനിപ്പോൾ ഇതിനകത്ത് കുക്കറിനകത്ത് തന്നെ വെക്കുന്നതുകൊണ്ട് കുക്കറിലൊന്ന് കുറച്ച് നെയ്യ് ഒഴിച്ചെന്നുള്ളതേ ഉള്ളൂ കേട്ടോ. ഒരു പാനിനകത്ത് വെച്ചിട്ട് വേണമെങ്കിലും ചെയ്യാം, അവരവരുടെ സൗകര്യം. അപ്പോൾ ഇനി ഞാൻ ഇതിനകത്തോട്ട് തേങ്ങാപ്പാൽ 2-ാം പാൽ പറഞ്ഞല്ലോ ഒഴിക്കുന്ന കാര്യം. അപ്പോൾ നമ്മളിനിയിപ്പോൾ ഇതിനകത്തോട്ട് 2-ാം പാൽ ഒഴിക്കാൻ പോവാണ്. ഒരു 2 കപ്പ് പാലുണ്ട്, ഇത് ഞാൻ അതിനകത്ത് ഒഴിക്കുകയാണ്. അപ്പോൾ ഈ പാൽ നമ്മളിങ്ങനെ ഒഴിച്ചേച്ച് നമ്മളത് ഇളക്കി കൊടുക്കണമെന്ന്, ഇളക്കി എല്ലാം കൂടെ ഒന്ന് യോജിപ്പിക്കണം. അതെല്ലാം കൂടെ ഒന്ന് ഇത് നന്നായിട്ട് കട്ട കെട്ടരുത് കേട്ടോ, കട്ട കെട്ടാതെ നോക്കണേ. കട്ട കെട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളത് നെയ്യിലൊന്ന് വഴറ്റുന്നത് തന്നെ. അപ്പോൾ ഇതിങ്ങനെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ തേങ്ങാപ്പാലിൻ്റെ അകത്തിരുന്ന് നന്നായിട്ട് വേകും. അത് കഴിഞ്ഞിട്ടാണ് നമുക്ക് ബാക്കിയെല്ലാം ചേർക്കേണ്ടത്. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് ഇളക്കുക, ഒന്ന് ചൂടാകുന്നവരെ ഇളക്കിയിട്ട് ഞാനിത് മൂടി വെക്കാൻ പോവാണ്. അടപ്പ് വെച്ചിട്ട് 3 വിസിൽ വരണം. 3 വിസിൽ വരുന്നിടം വരെ നമ്മൾ ഒന്ന് വെയിറ്റ് ചെയ്യുക. അവിടെ ഇരിക്കട്ടെ. അപ്പം നമുക്ക് ഇത് വേകുന്ന നേരം കൊണ്ട് ശർക്കര ഉരുക്കി വെക്കാം. അതിന് നമുക്ക് പാത്രം എടുത്ത് വെക്കാം. നമ്മൾ ഒരു 300 ഗ്രാം ശർക്കര നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ, അത് നമ്മൾ ഇതിനകത്തേക്ക് ഇടുക. ഈ പാത്രത്തിലേക്ക് ഇട്ടിട്ട് അത് ഒരു 1/2 കപ്പ് വെള്ളം ഒഴിക്കുക. അപ്പോൾ 1-ാമത്തെ വിസിൽ വന്നുണ്ടോ, അപ്പോൾ നമ്മൾ ഇതിനകത്ത് ഒരു 1/2 കപ്പ് വെള്ളം ഇതൊന്ന് വഴറ്റാനായിട്ട് എടുക്കുകയാണേ. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇത് ശർക്കര നോക്ക്, ഇത് കണ്ടോ, ഇങ്ങനെ കുറച്ച് പറ്റാൻ തുടങ്ങിയിട്ടുണ്ട്. ഇത്തിരി കൂടെ ഒന്ന് കുറുകട്ടെ കേട്ടോ, അതുവരെ നമുക്കൊന്ന് ഇത്തിരി കൂടെ ഒന്ന് കുറുകണം, അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇത് നമുക്കായിട്ടുണ്ട്, നമുക്കിതിനി ഇറക്കി വെക്കാം. അപ്പോൾ കണ്ടോ, നമ്മുടെ 3-ാമത്തെ വിസിലും വന്നു, അത് വെന്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഇറക്കി വെക്കുവാണ് ഞാൻ. ഇത് ഇറക്കി വെച്ചിട്ട് ഇനി ഞാൻ ആ തീ നിർത്തുന്നില്ല, ആ തീയെ തന്നെ നമുക്കൊരു പാൻ അങ്ങോട്ട് വെച്ച് നമുക്ക് ആശു എല്ലാം വറുത്തെടുക്കണം. നെയ്യ് അവരവരുടെ ഇഷ്ടത്തിന് ഒഴിക്കുക കേട്ടോ. ഇപ്പം കൊളസ്ട്രോളും ഷുഗറും അങ്ങനെയുള്ളവരൊക്കെ നെയ്യ് അധികം ഉപയോഗിക്കുന്നില്ല. അപ്പം നമ്മൾ നെയ്യ് ഇഷ്ടത്തിന് എടുക്കുക.
അതൊന്ന് ചൂടായിട്ട് എണ്ണ ഒന്ന് ചൂടാകട്ടെ. അപ്പം നമുക്കിത് ഇത് ബ്രൗൺ കളറായേ. ഞാനിത് ഒരു പാത്രത്തിലോട്ട് എടുക്കുവാണേ. മുന്തിരി നല്ല ചൂടുണ്ടെങ്കിൽ പൊങ്ങി വരും കേട്ടോ. ഇത് കണ്ടോ മുന്തിരി കണ്ടോ? മുന്തിരി നമുക്ക് ഈ പരുവത്തിൽ വരണേ. ഈ പരുവത്തിലാക്കിയിട്ട് നല്ലതായിട്ട് പൊങ്ങി അത് പാത്രത്തിലോട്ട് മുന്തിരിയും കൂടെ മാറ്റുവാണേ. മുന്തിരി നമ്മൾ അപ്പം നമുക്കിനി കുക്കർ തുറന്ന് നോക്കാവേ. കണ്ടോ നമ്മൾ വിചാരിച്ച കൂട്ടെല്ലാം വെന്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇത് കണ്ടില്ലേ, നമുക്ക് ഇളക്കി നോക്കാം. നന്നായിട്ട് വെന്തിട്ടുണ്ട് കണ്ടില്ലേ. ഇത് ഈ പരുവത്തിൽ വേകണം. അപ്പോൾ ഇത് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇത് ഈ പാനെടുത്ത് ഞാൻ വെച്ചിട്ടുണ്ട്. ഈ പാനെടുത്ത് വെച്ചിട്ട് നമ്മൾ ശർക്കര ഇതിലേക്ക് അരിച്ചൊഴിക്കണം. വലിയൊരു അരിപ്പ എടുത്തിട്ട് ഇതിലേക്ക് നന്നായിട്ട് ശർക്കര അരിച്ചൊഴിക്കുകയാണ്. ഇത് നമ്മളിത് കണ്ടില്ലേ, ഇതിൻ്റെ മുഴുവൻ നമ്മൾ അരിച്ചെടുക്കുകയാണേ. ഇത് പാത്രം കൊണ്ട് മാറ്റി വെക്കാവേ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇത് കണ്ടില്ലേ, വെന്തിരിക്കുന്ന ഗോതമ്പ് ഇതിനകത്തോട്ട് ചേർക്കുവാണേ. ഇതിനകത്തോട്ട് ചേർക്കുവാണേ. അത് മുഴുവനായിട്ട് ഇതിനകത്തോട്ട് ചേർത്തു. ഇത് കണ്ടില്ലേ, നമ്മൾ നന്നായിട്ട് ഇതൊന്ന് ഇളക്കി ചേർക്കണം. എൻ്റെ ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസ് ഉണ്ട്. ഡേറ്റ്സാണ്. ഇത് ഡേറ്റ്സ് ഒന്ന് ചൂടാക്കണം. നെയ്ക്കകത്ത് തന്നെ അത് ചൂടാക്കി എടുക്കണം. ഞാനതൊന്ന് ചൂടാക്കി എടുക്കുവാണേ. പാൻ വെച്ചിട്ട് ഇതൊന്ന് ഇങ്ങനെ മുറിച്ചിടണം. ഇങ്ങനെ ഒരു 2-3 നമ്മളിത് കട്ട് ചെയ്തിടണം. അപ്പം ഞാനിതൊരു 3 ഡേറ്റ്സ് എടുത്തിട്ടുണ്ട്. 3 ഡേറ്റ്സ് കുട്ടികൾക്ക് നല്ലതല്ലേ ഡേറ്റ്സ്. ഇതൊരു സ്പെഷ്യലാണ് കേട്ടോ. ഇത് എൻ്റെ മാത്രം ഒരു സ്പെഷ്യലാണ്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ വെക്കുകയാണെങ്കിൽ അത് സ്പെഷ്യലായിട്ട് നമുക്ക് കഴിക്കാവുന്നതാണ്. എന്നിട്ട് നമ്മളതൊന്ന് ഇളക്കി കൊടുക്കണേ. അതൊന്ന് ചെറുതായിട്ടൊന്ന് മൂക്കണം. നമ്മൾ മുന്തിരിങ്ങയൊക്കെ മൂപ്പിച്ചില്ലേ, അത് പോണക്കൊരു നന്നായി അത് പോണക്കൊന്ന് മൂപ്പിച്ചിടണം. ഇതെടുക്കുവാണേ. അപ്പോൾ ഞാനിത് ഇതിലേക്ക് കോരുവാണേ. ഡേറ്റ്സ് കോരി കേട്ടോ. ഡേറ്റ്സ് ഇത് ഞാൻ കോരി എടുക്കുവാണേ. ഇതെടുത്തു ഡേറ്റ്സ് കോരി എടുത്തിട്ട് ഇനി നമ്മൾ ഈ പായസം ചൂടാക്കണമല്ലോ. ഇതിങ്ങോട്ട് വെക്കുകയാണ്. അടുത്ത് നമ്മൾ പാലൊഴിക്കണം. ഞാൻ 1 പാൽ എടുത്ത് വെച്ചിട്ടുണ്ട്. 1 പാൽ ഇതിനകത്തോട്ട് ഒഴിക്കുക. അപ്പം തീ നല്ല കൂട്ടി വെച്ചേച്ച് 1 പാൽ ഇങ്ങനെ ഒഴിക്കുകയാണ്. 1 പാൽ ഞാൻ ഒഴിക്കുകയാണേ. കുറേശ്ശെ അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് കുറേശ്ശെ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. കുറേശ്ശെ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. എല്ലാം കൂടെ ഒന്ന് യോജിപ്പിക്കാനായിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ചൂടായി ഇളക്കിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ. അപ്പം ഞാൻ ചൗവരി നമ്മൾ വെച്ചിരുന്നല്ലോ, ഇത് വേവിച്ച് ഞാൻ ആ ചൗവരി വേവിച്ച് വെച്ചിരുന്നു. 1 കപ്പ് ചൗവരി ഉണ്ട്. ഇതിനകത്ത് ഞാൻ ഒഴിക്കുവാണേ. ഇത് കുറച്ച് കണ്ടില്ലേ, ഞാനിത് വേവിച്ച് വെച്ചിരിക്കുമായിരുന്നു. ഇത് പായസം നന്നായിട്ട് തിളച്ചിട്ടുണ്ട് കേട്ടോ. ഇത് നന്നായിട്ട് തിളച്ച് കുറുകിയിട്ടുണ്ട്. ഇനി നമ്മൾ വറുത്ത് വെച്ചതെല്ലാം കാഷ്യൂനട്ട്, മുന്തിരി, ഡേറ്റ്സ് ഇതെല്ലാം കൂടി ഇടുവാണേ. ഇതെല്ലാം കൂടെ അതിനകത്തോട്ട് നമ്മളിടുന്നു. കണ്ടില്ലേ, ഇതെല്ലാം ഫുള്ളായിട്ട് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക. എല്ലാം ഇട്ടിട്ട് നന്നായിട്ട് യോജിപ്പിച്ച് വെക്കുക. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇനി നോക്കിയോ പൊടികളെല്ലാം ഇടണമല്ലോ നമുക്ക്. ഇത് ഏലക്കാപ്പൊടിയാണേ. ഏലക്കാപ്പൊടി 1 സ്പൂൺ ഇടുവാന്നേ. ഏലക്കാപ്പൊടി 1 സ്പൂണേ. അത് കഴിഞ്ഞ് ജീരകപ്പൊടി 1 സ്പൂണ്. ഇത് ചുക്കുപൊടി ഒരു 3/4 സ്പൂൺ ഇടുക. ചുക്കുപൊടി ചുക്കിന് ഒത്തിരി എല്ലാവർക്കും ഇഷ്ടപ്പെടത്തില്ല ചൊവ്വ. അപ്പോൾ ഒരു 3/4 സ്പൂൺ ഇട്ട് ഇതെല്ലാം കൂടി എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അതെല്ലാം യോജിക്കണമല്ലോ, എല്ലായിടത്തും അത് യോജിച്ച് വരണം. അതുകൊണ്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇത് നല്ലതായിട്ട് തിളച്ചിട്ടുണ്ട് പായസം. നന്നായി എല്ലാം റെഡിയായി. പായസം ഇനി ഒന്നും ചേർക്കാനില്ല, എല്ലാം ചെയ്യും. ഞാനിതൊന്ന് അപ്പം ഞാനിത് 2 മിനിറ്റ് ഒന്ന് മൂടി വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് തുറന്ന് നോക്കാം. ഇനി നമുക്ക് ഈ മൂടി ഒന്ന് തുറന്ന് നോക്കാം. എന്തോ ഒരു മണമെന്നറിയാവോ. ആ ഏലക്കായുടെയും ചുക്കിൻ്റെയും ആ ഡേറ്റ്സിൻ്റെയും പ്രത്യേകിച്ച് മണമുണ്ട് കേട്ടോ. നല്ല സൂപ്പർ പായസമാണ്. എല്ലാവരും വെച്ച് നോക്കണം. അപ്പം നമ്മുടെ പായസം എല്ലാം റെഡിയായി. നമുക്കിനി അതൊരു ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ ഇന്ന് എൻ്റെ സ്പെഷ്യൽ പായസം എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യുക. കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടുന്ന പായസമാണ്. അപ്പം ഞാനിനി വെറൈറ്റി ഫുഡുകളുമായിട്ട് വരുന്നു. അതുവരേക്കും ബൈ.